ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നിഫ്റ്റി കാഴ്ചവെച്ചത്. ഏകദേശം ഒരു 200 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് നിഫ്റ്റിയിൽ കണ്ടത്. ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9026 മാർക്കറ്റ് ഓപ്പണായി. അതിനുശേഷം 9029 വരെ മാർക്കറ്റ് ഹൈ പോയി. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9195 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ സെൻസെക്സ് നോക്കുകയാണെങ്കിലും അവിടെ ഏകദേശം 2.4% ഗെയിനാണ് സെൻസെക്സിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻഡസ്ട്രീസ് വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ, അതുപോലെ തന്നെ PSU ബാങ്ക്, റിയാലിറ്റി, ഈ ഒരു സെക്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നല്ലൊരു പോസിറ്റീവിലാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ മീഡിയ സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ നേടിയത്. അതേ തുടർന്ന് FMCGയും പിന്നെ അതുപോലെ തന്നെ ഓട്ടോ സെക്ടർ, ഈ ഓരോ സെക്ടറുകൾ അതിനെ തുടർന്ന് അത്യാവശ്യം നല്ലൊരു ഗെയിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അത് വീണ്ടും കുറഞ്ഞു. 2.38% കുറഞ്ഞ് 42.8 ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ അഡ്വാൻസസ് ഡിക്ലൈൻസ് നോക്കുകയാണെങ്കിൽ 44 സ്റ്റോക്കുകൾ, നിഫ്റ്റി 50 44 സ്റ്റോക്കുകൾ പോസിറ്റീവിലാണ് നിൽക്കുന്നത്. 6 സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് നെഗറ്റീവിലാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടാമത്തെ ദിവസവും. അതിനുള്ള പ്രധാന കാരണം ആ ഒരു ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിരുന്ന ഒരു ക്രാഷ് തന്നെയാണ്. പിന്നെ യൂറോപ്യൻ മാർക്കറ്റ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഒരു പോസിറ്റീവിലാണ് ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് നിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. SGX നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആ നേടിയ ഗെയിൻസൊക്കെ ഇപ്പോൾ അത് പയ്യെ റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ബോർഡറിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. പൊതുവെ ഒരു മിക്സഡ് മാർക്കറ്റാണ് ഏഷ്യൻ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് ഇന്ന് നോക്കുകയാണെങ്കിൽ 842 രൂപ ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം ആ ഒരു ഓയിൽ പ്രൈസിൽ നിൽക്കുന്ന ഒരു അൺസർട്ടനിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം കൂടുതലും ഗോൾഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഗോൾഡിൻ്റെ ഒരു ഡിമാൻഡ് കൂടിയതുകൊണ്ട് ഇന്ന് ഗോൾഡിൻ്റെ പ്രൈസിലൊരു വർധനവുണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഇന്നലെ ഏപ്രിൽ 21 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നെറ്റ് വിത്ഡ്രോവലാണ് കാണുന്നത്. 2095 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ 68 കോടിൻ്റെ നെറ്റ് വിത്ഡ്രോവലാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. FIIയിൽ ഇപ്പോൾ ടോട്ടലായിട്ട് ഈ ഒരു മാസം 5200 കോടി നെറ്റ് വിത്ഡ്രോവലാണ് നിൽക്കുന്നത്. അപ്പം മാർക്കറ്റ് അനലിസ്റ്റൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത് വരെ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് മാർക്കറ്റ് അനലിസ്റ്റൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ അടുത്തായിട്ട് കറൻസി അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രൂപയുടെ മൂല്യത്തിൽ ഒരു ചെറിയ വർധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് 16 പൈസ ഇൻക്രീസായി 76.67 ഇന്ന് രൂപ എൻഡായിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം ആ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനുണ്ടായിരുന്ന ഇന്നുണ്ടായ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യം ഇപ്പോൾ നല്ലൊരു ലോയിലാണ് നിൽക്കുന്നത്. അതായത് ഒരു ഡിസംബറിന് മുമ്പുള്ള ആ ഒരു രൂപയുടെ പ്രൈസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ലോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്തൊരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 78 പിന്നെ അതിനുശേഷം 80 രൂപയുടെ ഒരു ബെഞ്ച് മാർക്കായിട്ട് ഇപ്പോൾ പറയുന്നത്. ഇനി ഇന്നത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ആദ്യമേ ഓപ്പണിംഗ് തന്നെ ഒരു നല്ലൊരു പോസിറ്റീവിലായിരുന്നു മാർക്കറ്റ് ആയത്. അതിനെ തുടർന്ന് ആ ഒരു ഗെയിനൊക്കെ പിന്നീട് റേസ് ആയെങ്കിലും പിന്നീട് അതിനുശേഷം ഒരു നല്ലൊരു പോസിറ്റീവിലാണ് മാർക്കറ്റിൽ നിന്ന് എൻഡായത്. അതിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഫേസ്ബുക്ക് റിലയൻസ് ജിയോയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അതായത് ഏകദേശം റിലയൻസിൻ്റെ ഒരു 10% സ്റ്റേക്ക് അവർ വാങ്ങാൻ പോകുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്ക് ഇന്ന് നല്ല രീതിയിൽ പോസിറ്റീവിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അടുത്തൊരു ഫിസ്ക്കൽ പാക്കേജിനുള്ളൊരു എക്സ്പെക്റ്റേഷൻ വരും, അതൊരു ഫിസ്ക്കൽ പാക്കേജ് വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുപോയത്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ കുറേ കമ്പനികൾ നമ്മൾ ഇന്നലെ തൊട്ട് കാണുന്നുണ്ട്. കുറേ കമ്പനികൾ അവരുടെ ബിസിനസ്സൊക്കെ പാർഷ്യലായിട്ട് ഓപ്പൺ ചെയ്യുന്നു, റെസ്യൂം ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് കുറച്ച് സ്റ്റോക്കുകൾ അവരുടെ വകയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു നോക്കുകയാണെങ്കിൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റ് ഇന്ന് നല്ലൊരു പോസിറ്റീവ് ഏകദേശം ഒരു 200 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിൻസ് ഇന്ന് മാർക്കറ്റിൽ കണ്ടു. ഇനി ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ആ ഒരു ന്യൂസ് തന്നെയാണ്. അതായത് റിലയൻസ് ജിയോയിൽ അവർ 9.9% സ്റ്റേക്ക് വാങ്ങാൻ പോകുന്നു. അതായത് ഏകദേശം 43,574 കോടിയുടെ ഷെയർസ് അവർ വാങ്ങാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ടില്ല, വാങ്ങാൻ പോകുന്നതായിട്ട് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ വാങ്ങിയെന്ന് ആരും ഇപ്പോൾ കൺഫേം ചെയ്യരുത്.
അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിനെ തുടർന്ന് നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ സ്റ്റോക്ക് നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിലയൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ടോപ്പ് കമ്പനി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഇന്നൊരു ഇൻക്രീസിന് പ്രധാന കാരണം ഒരു 200 പോയിൻറ്റ്സിൽ പകുതിയിലധികം കോൺട്രിബ്യൂട്ട് ചെയ്തത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. നോക്കുകയാണെങ്കിൽ 107 പോയിൻറ്റ്സാണ് അവർ നിഫ്റ്റി 50 പോയിൻറ്റ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ടോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു കമ്പനിയുടെ പ്രൈസിന്, അതായത് ആ ഒരു ഇൻക്രീസിന് മാർക്കറ്റിൽ നല്ല വെയിറ്റേജ് ഉണ്ടാവും. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു വെയിറ്റേജ്, അതായത് ചെറിയൊരു ഇൻക്രീസ് വന്നാൽ തന്നെ ആ ഒരു നിഫ്റ്റിയുടെ പോയിൻറ്റ്സ് വളരെ നന്നായിട്ട് തന്നെ കയറും. അപ്പം അതായിരുന്നു മെയിൻ കോൺട്രിബ്യൂട്ടറായിട്ട് നിന്നത്. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറും ഏഷ്യൻ പെയിൻറ്റ്സും ഒക്കെ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തു നിഫ്റ്റിയിലേക്ക്. അപ്പോൾ റിലയൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു അക്വിസിഷൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 മാർച്ച് ആകുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു കമ്പനി ഡെപ്റ്റ് ഫ്രീ ആക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഈ ഒരു സ്റ്റേക്കുകളൊക്കെ ഓരോ കമ്പനികൾക്കായിട്ട് വിൽക്കുന്നത്. ഇതിനു മുമ്പ് അവർ സൗദിയിലെ ആരാംകോ കമ്പനിയായിട്ട് ഒരു ഡീല് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 20% സ്റ്റേക്ക് അവരുടെ റിഫൈനിങ് അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ 20% ഇൻവെസ്റ്റ്മെൻറ്റ് ആരാംകോ കമ്പനിയിൽ നിന്ന് വരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെയാണ് ഇപ്പം ഫേസ്ബുക്കും ജിയോയിൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വരുന്നത്, ഈ ഒരു 43,000 കോടിയുടെ. അപ്പം ഇതുകൊണ്ട് അവരുടെ ഡെപ്റ്റൊക്കെ ഏകദേശം നല്ല രീതിയിൽ കുറയും. ഇനിയുള്ള ഏകദേശം സീറോ ഡെപ്റ്റിൻ്റെ അടുത്തേക്ക് എത്താനായി എന്നുള്ളൊരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ന്യൂസുകളെല്ലാം കൊണ്ട് തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്ക് അപ്പർ സർക്യൂട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു പ്രധാന കാരണവും നിഫ്റ്റി ഇൻക്രീസ് ആകാനായിട്ട്. പിന്നെ അടുത്ത ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ACCനെ സംബന്ധിച്ചിടത്തോളം ACCൻ്റെ ഷെയർസ്, ACCൻ്റെ പ്രോഫിറ്റ്, അവരുടെ ഫിനാൻഷ്യലി ഫസ്റ്റ് ക്വാർട്ടറിലെ പ്രോഫിറ്റ് 5.5% ഡിക്രീസ് ആയിട്ടുണ്ട് എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ HDFCനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൗസിംഗ് ലോൺസിൻ്റെ ലെൻഡ് റേറ്റ് 15 ബേസിസ് പോയിൻറ്റ്സ് കുറച്ചു. അതേ തുടർന്ന് HDFCൻ്റെ ഷെയർസ് ഇന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നെസ്ലേനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവരുടെ ഓപ്പറേഷൻസൊക്കെ ഒരു ചെറിയ സ്കെയിലിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ SBI ലൈഫ് മെയ് 4 തൊട്ട് F&O സെഗ്മെൻറ്റിലേക്ക് കയറുന്നു. അതേപോലെ തന്നെ അദാനി പവർ നോക്കുകയാണെങ്കിൽ ജൂൺ 26 തൊട്ട് F&O സെഗ്മെൻറ്റിൽ നിന്ന് വെളിയിലേക്ക് വരുവാണ്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഏപ്രിൽ 1 തൊട്ട് 20 വരെ, അതായത് ഈ വർഷം ഏപ്രിൽ 1 തൊട്ട് 20 വരെ നോക്കുകയാണെങ്കിൽ അവരുടെ LPG സെയിൽസിൽ നോക്കുകയാണെങ്കിൽ 19.6% വർധനമുണ്ടായി എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വർഷം ഇതേ ഒരു ക്വാർട്ടർ, ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 1 തൊട്ട് 20 വരെ 2019 ഏപ്രിൽ 1 തൊട്ട് 20 വരെ നോക്കുകയാണെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു 19.6% വർധനമുണ്ടായി എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ L&Tയെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും 2 പ്രധാനപ്പെട്ട ഓർഡറുകൾ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസോർട്ട് കോംപ്ലക്സ് പ്രോജക്റ്റ് ഗോവയിൽ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അവരുടെ ഒരു ടെക്നോളജി പാർക്ക് കൺസ്ട്രക്ഷൻ്റെ ഇതായിട്ട് ഒരു പ്രൊജക്റ്റും അവർ 2 ഓർഡറുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെറ്റ് വർത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1000-നും 2500 കോടിയുടെ ഇടയിലാണ് വരുന്നതെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോക്കിന് അതൊരു ഗുണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഫ്യൂച്ചർ ഗ്രൂപ്പ്സിൻ്റെ ഷെയർസൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഏകദേശം 5 വർഷത്തെ ലോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 5-6 വർഷത്തെ ലോയിലാണ് ഇപ്പം സ്റ്റോക്സൊക്കെ നിൽക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൊറോണ വൈറസിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ബിസിനസ്സൊക്കെ റൺ ആവുന്നില്ല എന്നുള്ള സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൻ്റെ ഓണർ കിഷോർ ബിയാനി അദ്ദേഹത്തിൻ്റെ കുറേ ഷെയർസൊക്കെ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്ലഡ്ജ് ചെയ്ത ഷെയർസിൻ്റെ മുകളിലൊക്കെ ഇപ്പം ലെൻഡ് ചെയ്തവർ കൂടുതൽ കൊളാറ്ററൽ വേണം എന്നുള്ള രീതിയിലൊക്കെ പുതിയ ആവശ്യങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ എല്ലാ ഷെയർസും തന്നെ നോക്കുവാണെങ്കിൽ നല്ല ഡൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആ ഒരു ഷെയറിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ന്യൂസ് അത്ര ഒരു നല്ല കണ്ടീഷനിലല്ല ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട നോക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ Q4 ഏണിങ്സ് Q4ൻ്റെ ഒരു റിസൾട്ട്സ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ 2019-2020 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ അവരുടെ ഒരു പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. യൂറോപ്പിലാണ് ചെറിയൊരു കുറവ് വന്നിരിക്കുന്നത്. പക്ഷേ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതുപോലെ തന്നെ ഇന്ത്യ ഇവിടെ രണ്ടിടത്തും പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സെയിൽസ് നോക്കുകയാണെങ്കിലും രണ്ടിടത്തും ഒരു ചെറിയ വർധനമുണ്ട്. അല്ലെങ്കിൽ ഒരു ഏകദേശം നല്ലൊരു അത്യാവശ്യം ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യൂറോപ്പിൽ മാത്രമേ ചെറിയൊരു ഫോൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറ്റ സ്റ്റീൽസിൻ്റെ ഷെയർസിൽ ഇന്ന് ചെറിയൊരു ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട്സ് വന്നതിനെ തുടർന്നായിട്ട് ഏകദേശം ഒരു 1% വർധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു.
പിന്നെ അപ്പോളോ ടയർസും അവരുടെ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ പേരാമ്പ്രയിലുള്ള ഓപ്പറേഷൻ ഏപ്രിൽ 21 തൊട്ട് വീണ്ടും റെസ്യൂം ചെയ്യുന്നു, പാർഷ്യലായിട്ട് റെസ്യൂം ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ഐഡിയനെ സംബന്ധിച്ചിടത്തോളം അവർ മാർച്ച് ക്വാർട്ടറിലെ അവരുടെ ഒരു ലൈസൻസ് ഫീ അതേപോലെ തന്നെ സ്പെക്ട്രം ചാർജസ് ഏകദേശം 1367 കോടി അവർ പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് വന്നു. അപ്പോൾ അതേ തുടർന്ന് നോക്കുവാണെങ്കിൽ ഐഡിയയുടെ ഷെയർസൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഓയിൽ പ്രൈസിൻ്റെ ക്രാഷ് കാരണം ONGC അതുപോലെ തന്നെ ഓയിൽ ഇന്ത്യ ഈ 2 സ്റ്റോക്കുകളുടെ ഷെയർസൊക്കെ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ഇന്ന്. പിന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ അനലിസ്റ്റൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ടോപ്പ് അനലിസ്റ്റായിട്ട് നിൽക്കുന്നവരൊക്കെ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരാളൊരു ഭയങ്കര ഒരു റഷ് കാണുന്നുണ്ട്, കൂടുതലായിട്ട് ആൾക്കാർ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പ് ഇൻവെസ്റ്റിംഗ് ഫേം അതുപോലെ തന്നെ അഡ്വൈസർ ഫേംസ് ഒക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോട്ടക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു അഡ്വൈസർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോഴും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, ഈ ഒരു പോയിൻറ്റും വളരെ അൺസർട്ടൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലംസമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇപ്പോൾ ആരും പോകരുത്, കുറച്ച് കോഷ്യസ് ആയിട്ട് ഇരിക്കുക എന്നുള്ള രീതിയിൽ ഈ കോട്ടക് മഹീന്ദ്രയിൽ നിന്നും ശോഭിത് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിലെ ഒരു കണ്ടീഷന് നമുക്കതിന് അത്ര ഒരു ഫേവറബിളായിട്ട് എടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഈ ഒരു ന്യൂസിന് എക്കണോമിക് ടൈംസിൽ വന്ന ന്യൂസാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ഹെഡിങ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ന്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഈ ന്യൂസ് ഒന്ന് റീഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെൻറ്റം ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് ഒരു ചാടിക്കയറി നിങ്ങൾ ഇനിയും ഒന്ന് കോഷ്യസായിട്ട് ഇരിക്കുക, ചാടിക്കയറി ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇനി ഗ്ലോബൽ ലെവലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും US ഇന്നാണ് ഒരു ബിഗസ്റ്റ് നമ്പർ ഓഫ് കേസസ് ഇന്ന് റിപ്പോർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ US സെനറ്റ് നോക്കുവാണെങ്കിൽ അവർ ഒരു തേർഡ് റിലീഫ് പാക്കേജ്, അത് $484 ബില്യൺ ഒരു തേർഡ് റിലീഫ് പാക്കേജ് അവർ അതിനായിട്ടുള്ളൊരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് US സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ എങ്കിലും അവിടുത്തെ ആ ഒരു കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ അത് കൊറോണയെ സംബന്ധിച്ചിടത്തോളം കണ്ടീഷനൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോഴും റിക്കവറായി എന്ന് പറയാനായിട്ടില്ല ഗ്ലോബൽ ലെവലിലും അതുപോലെ തന്നെ US മാർക്കറ്റൊക്കെ നോക്കുവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ട് ഇരിക്കുക. ഇനിയും നമുക്ക് മാർക്കറ്റിൻ്റെ കണ്ടീഷനൊന്നും നമുക്കൊരു ഐഡിയ ആയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു അതൊരു റൈസിംഗ് വെഡ്ജ് പാറ്റേൺ. അപ്പോൾ ആ ഒരു റൈസിംഗ് വെഡ്ജ് പാറ്റേണിൻ്റെ ഫോർമേഷനിൽ നിന്നും ഇപ്പോഴും മാർക്കറ്റ് റിക്കവർ ആയിട്ടില്ല. അതുപോലെ തന്നെ ലോങ് ടൈം സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ 1 വീക്ക് ചാർട്ടിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ ഇനിയും നമുക്കൊരു കൺഫർമേഷൻ ആയിട്ടില്ല. അതായത് മാർക്കറ്റിലൊരു റിവേഴ്സൽ വരുന്നു, അതായത് ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് പറയാനായിട്ടില്ല. ഇത് ഒരു ഫാളിന് ശേഷമുള്ള ഒരു ചെറിയൊരു കറക്ഷൻ എന്ന് വേണം നമുക്കിപ്പോൾ പറയുക. ഈ ഒരു സമയത്ത് അത്രയും നമുക്ക് ഇപ്പോഴും മാർക്കറ്റിൽ നിന്ന് ഒരു കൺഫർമേഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്ഷൻ ആണോ അതോ ജസ്റ്റ് അടുത്തൊരു ഫാളിനുള്ളൊരു ഇൻഡിക്കേഷൻ ആണോ എന്ന് നമുക്കിപ്പോഴും കൺഫർമേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക മാർക്കറ്റിൽ. അതുപോലെ തന്നെ കൂടുതലായിട്ട് ന്യൂസുകളും അതുപോലെ തന്നെ നിങ്ങളുടെ അനാലിസിസ് ഒന്ന് സ്ട്രോങ് ആക്കുക. മാർക്കറ്റിനെ കൂടുതലായിട്ട് വാച്ച് ചെയ്ത് ഒരു സിപ്പ് മെത്തേഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഫോളോ ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. നല്ല വാല്യൂ ഉള്ള സ്റ്റോക്കുകളെ കണ്ടെത്തി അതിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടരുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എമർജൻസി ക്യാഷ് ഇപ്പോഴും കയ്യിൽ കരുതി വെച്ചേക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അനാലിസിസും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.